ഇതുപോലുള്ള വളരെ നേച്ചുറലായിട്ടുള്ള സ്ഥലം, കാം ആൻഡ് കൂൾ എന്ന് പറയില്ലേ, വലിയ സൗണ്ടൊന്നും ഇല്ലാതെ. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടല്ലോ, എ സിയും ഫാനൊന്നും ഇടാതെ പുതച്ച് കിടന്നുറങ്ങാൻ പറ്റണം, ഒരു സൗണ്ടില്ലാത്ത സ്ഥലമാണ്. അതുപോലത്തെ ഒരു സ്ഥലം എല്ലാവരും ഒരു സ്വപ്നം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസയിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പുതിയ ഒരു ടാർഗറ്റാണ്. കഴിഞ്ഞ 2-3 മാസം അതിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓട്ടങ്ങൾ, പ്രത്യേകിച്ചും എറണാകുളത്ത് നിന്ന് വാഗമണ്ണിലേക്കൊക്കെ തിരിച്ച് ഒരുപാട് ഓട്ടങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഒരു വണ്ടി നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. അപ്പോൾ ഒരു 2-3 മാസത്തെ ഒരു റിസർച്ചിങ്ങിൽ കണ്ടുപിടിച്ച് എനിക്ക് പറ്റിയൊരു വണ്ടി കണ്ടുപിടിച്ചതാണ് ഹ്യുണ്ടായിയുടെ ഈ ക്രെറ്റ ഡീസൽ എസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്, എന്തൊക്കെയാണ് സൗകര്യങ്ങൾ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കാർ റിവ്യൂ ആണ്, സ്ഥലത്തിൻ്റെ ക്യാമറ ഒന്നല്ല, കാർ റിവ്യൂ ആണ്. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോഗോനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഹുണ്ടായുടെ ലോഗോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇതിന് മുകളിൽ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ലോഗോ ആണല്ലോ ആദ്യം പറയേണ്ടത്. വണ്ടിയുടെ മൊത്തത്തിൽ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ബോണറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു വലിയ വണ്ടിയുടെ ഒരു കെറ്റപ്പ് തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസ് ഇതിന് ശരിക്കും ബോണറ്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലുക്കൊക്കെ ശരിക്കും എന്തല്ല ഒരു ഇടുപ്പുള്ള രീതിയിലുള്ള ലുക്കാണ് ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ എസ് ഓപ്ഷനിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടിയാണ്. പക്ഷേ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു DRL 2 സൈഡിലും വൈറ്റ് നിറത്തിൽ നമുക്ക് DRL ഇവിടെ നമുക്ക് കട്ടുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ട ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ശരിക്കും വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്ത് മുതൽ ഈ ഹൊറിസോണ്ടൽ ലൈറ്റും കത്തും. അപ്പോൾ വരുന്ന കാണുമ്പോൾ നല്ല ഒരു ഗെറ്റപ്പിലാണ് വണ്ടി എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വണ്ടി കിട്ടും. അതുപോലെ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഗ്രില്ല്, മനോഹരമായിട്ടുള്ള ഒരു ഡാർക്ക് ക്രോമിലാണ് ശരിക്കും ഗ്രില്ലൊക്കെ നന്നായി ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് 2 സെറ്റ് LED ആണ് ഒരു സൈഡിൽ വരുന്നത്. അപ്പോൾ 4 സെറ്റ് LED ഹെഡ്ലൈറ്റ് വരുന്നത്. ഹൈയും ബീമും ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ബമ്പറൊക്കെ രസകരമായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് ഫ്രണ്ട് മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഐ ഷൂട്ടിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കമ്പനി കൊടുത്തതല്ല, ഞങ്ങൾ ഒട്ടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ലുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ നമ്മളിങ്ങനെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സൈഡൊക്കെ ശരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇതിന് വരുന്ന ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഇഞ്ചിൻ്റെ വലിയ ടയറാണ്. അതുപോലെ തന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്. ബ്ലാക്കിൽ അലോയ് വീൽസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അലോയ് വീൽസ് വരുന്നത്. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ LED ഇൻഡിക്കേറ്റർ മിററിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ഒക്കെയാണ് ഈ ഓപ്ഷൻ വരുന്നത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു റൂഫ് റെയിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാരണം ഒരു ബ്ലാക്കിൽ സിൽവർ ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വേറെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡുവൽ ടോൺ പോലത്തെ ഒരു കളറിൽ നമുക്ക് സൈഡിൽ ഒരു സിൽവർ കളർ കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ചില വണ്ടികളൊക്കെ ഞാൻ കണ്ടു ഇവിടെ ബ്ലാക്ക് ഒട്ടിച്ചതൊക്കെ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്കിൽ സിൽവർ ഇങ്ങനെ പൊങ്ങിക്കുന്നത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ റെയിൻ ഗാർഡൊക്കെ കമ്പനി ഒട്ടിച്ചതാണ്, അവർ തന്നെ അവർ ചെയ്തു തന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ ഈ വണ്ടി വാങ്ങിയത് പോപ്പുലർ ഹ്യുണ്ടായി വളാഞ്ചേരി മൂടാലെന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ ഡെലിവറിയൊക്കെ തന്നു. കറക്റ്റായിട്ട് മാറ്റും കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങൾ, അതുപോലെ 3M കോട്ടിങ്, അണ്ടർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ നിങ്ങൾക്കും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡോറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കീ വരുന്നത് സ്മാർട്ട് കീ ആയതുകൊണ്ട് വെറുതെ പോക്കറ്റിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് അടുത്തെത്തിയിട്ട് നമുക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഈ ഒരു സെറ്റിങ്സ് വന്നിട്ടുള്ളത്. കീലെസ് എൻട്രി ആണ്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ്. ഉള്ളിൽ പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ബാക്കിൽ ഡോറിൽ തന്നെ അത്യാവശ്യം ഹെവി ഡോറുകൾ, അത്യാവശ്യം വെയിറ്റുള്ള വണ്ടി, നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരികയാണെങ്കിൽ. ഇനി ഇതിൻ്റെ ആൻറ്റിന വരികയാണെങ്കിൽ ഷാർപ്പിൻ്റെ ആൻറ്റിനാണ് വരുന്നത്. അതുകൊണ്ട് നല്ല എന്താ പറയുക, സിഗ്നലൊക്കെ നല്ല ഷാറായിട്ട് റിസീവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ആൻറ്റിനയും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ബാക്ക് വശത്ത് വന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം വൈപ്പർ കാണാൻ പറ്റും. വിത്ത് വാഷറുള്ള വൈപ്പറാണ് വരുന്നത്. അതുപോലെ ഡീഫോഗർ ആയിട്ടുള്ളൊരു സാധനം, ഇതിൽ ഗ്ലാസ്സിന് ഡീഫോഗർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക് ലൈറ്റിന് LED ആയിട്ടുള്ള വലിയൊരു ബ്രേക്ക് ലൈറ്റ്, നല്ല പവർഫുള്ളായിട്ട് നല്ല ലൈറ്റുള്ള ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഒക്കെ ശരിക്കും സേഫ്റ്റിയുടെ ഒരു ഭാഗമാണ്. ഇത് മാത്രമല്ല
ഇതിനുള്ളിൽ 6 എയർ ബാഗ്സും ഉണ്ട്. അതിപ്പോൾ ഏത് ബേസിക് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ്സ് ഉണ്ട്. ഇപ്പോൾ സേഫ്റ്റിയും കൂടി വളരെ മുഖ്യമാണ്. ഇപ്പോൾ റോഡിൽ യാത്ര ചെയ്യാൻ സേഫ്റ്റി വളരെ മുഖ്യമാണ്. പിന്നെ ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു നീളത്തിലുള്ള ഹൊറിസോണ്ടൽ ടൈൽ ലാമ്പാണ് കേട്ടോ. വളരെ നീളത്തിലാണ് ടൈൽ ലാമ്പ് പോയിട്ടുള്ളത്. അത് ബേസിക് മോഡൽ തന്നെ ശരിക്കും ഇത് കംപ്ലീറ്റ് കത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് LED ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും LED ആണ് വരുന്നത്. LED വരുന്നുണ്ട്. അത് ഇതുവരെ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ വണ്ടി കാണാൻ നല്ല രസമാണ്. കാരണം അത്രയും നീളത്തിൽ ലൈറ്റ് എത്തുന്നത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ലോഗോ ഒക്കെ വന്നിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ഒരു കവറിങ് വരുന്നുണ്ട്. അതിനുള്ളിലാണ് ലോഗോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ബമ്പർ ഇവിടെ ഉണ്ട്. അതുപോലെ റിവേഴ്സ് ലൈറ്റ് മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻസർ, പാർക്കിംഗ് സെൻസറുകളൊക്കെ സൈഡിലായിട്ട് 4 ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐഷൂട്ടിൻ്റെ ഒരു ലോഗോ കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ബാക്കിലെ പ്രൊഫൈൽ. പിന്നെ നമ്മൾ ഡിക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. കാരണം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗിംബലും ക്യാമറയും സാധനങ്ങളും അമ്പറിലൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം കിട്ടും. അതുപോലെ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പേസ്, പാർക്കിംഗ് സ്പേസ് കൂട്ടാനൊക്കെ പറ്റും. അതുപോലെ ഇവിടെ ഒരു ട്രൈയും വരുന്നുണ്ട്. അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്കത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോർ തന്നെയാണ് സൈഡിൽ വരുന്നത്. ഇനി നമുക്ക് കാറിൻ്റെ ഇൻറ്റീരിയറിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഇതിൽ എസ് ഓപ്ഷനിൽ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ കുറച്ച് ബട്ടണൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്താൽ മതി. കീ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്മാർട്ട് കീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കീ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കീ കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് വന്നാൽ തന്നെ വണ്ടി ഓൺ ആവുകയൊക്കെ ചെയ്യും. കാരണം സ്മാർട്ട് കീ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സെറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റിയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡി കട്ട് സ്റ്റൈലുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ഹോൾഡിങ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗാണ്. ഇങ്ങനെയാണ് ശരിക്കും പിടിച്ച് ഓടിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പിടിച്ച് ഓടിക്കാൻ ഭയങ്കര സുഖമാണ് അത്. ഇങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ ഹൈറ്റും അതുപോലെ ടിൽറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നമ്മൾ ഇരുന്ന് ഓടിക്കുകയാണെങ്കിലും അതുപോലെ ഏത് ഹൈറ്റിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഉഷാറായിട്ട് ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് സ്റ്റിയറിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് ക്ലസ്റ്റർ കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് നമ്മളിപ്പോൾ ക്ലസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും, എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഈ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് ട്രിപ്പ്, യൂസർ സെറ്റിംഗ്, ടയർ പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓരോ ചാപ്റ്റർ മാറ്റിയിട്ടൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരുപാട് വലിയൊരു മെനു ആണ്, അത് അയക്കാൻ പോകുന്നില്ല. പിന്നെ വരുന്നത് നമുക്കിവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആപ്പിൾ ആൻഡ് ആൻഡ്രോയിഡ് കാർപ്ലേയിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. റേഡിയോ ഒക്കെ പോകാൻ പറ്റും. സെറ്റിങ്ങും കാര്യങ്ങളും നമുക്കതുപോലെ നമ്മുടെ സെറ്റിങ്ങിലും ട്രാക്കിലും അതേപോലെ നമുക്ക് സെറ്റപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈക്വലൈസറൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈനിങ് പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഗോൾഡൻ മെറൂൺ കളറിൽ. അതൊക്കെ ഇതിൻ്റെ ശരിക്കും ഒരു നല്ലൊരു എന്താ പറയുക, ഒരു അടിപൊളി ലുക്കാക്കിയിട്ട് മാറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ നോർമലി പോരുന്ന പോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോളും അതുപോലെ ലൈറ്റ് കൺട്രോൾ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഓട്ടോ ലൈറ്റിങ്ങും ഓപ്ഷൻസൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എയർ ബാഗുകൾ വരുന്നുണ്ട്. 6 എയർ ബാഗ് ഇതിൽ വരുന്നതുകൊണ്ട് നല്ല സെക്യൂരിറ്റി, നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇവർ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു എന്താ പറയുക കാഴ്ചകൾ പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നാൽ AC വെൻ്റൊക്കെ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല എലഗൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്ത രീതിയിലാണ് AC വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രിപ്പുള്ള രീതിയിൽ ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്കിൽ വേറൊരു എന്താ പറയുക ഒരു പാഡും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ACയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡുവൽ സോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 രീതിയിൽ നമുക്ക് ഡുവൽ സോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല AC ആണ്. അതുപോലെ ഓട്ടോ AC വരുന്നുണ്ട്. കാര്യങ്ങളും സെറ്റപ്പും അതുപോലെ ഫാൻ്റെ സ്പീഡും ഒക്കെ ബട്ടണുകളും കാര്യങ്ങളൊക്കെ അവിടെയാണ് നോർമലി വരുന്ന പോലെ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ACയും ഒരേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചാർജിങ് പോയിന്റ് ആണെങ്കിൽ USB-Cയിൽ ഒരു പവർ ചാർജർ വരുന്നുണ്ട്. നോർമലി നമുക്കൊരു ചാർജിങ് 12 വോൾട്ടിൻ്റെ പ്ലഗ് ഇവിടെ വരുന്നുണ്ട്. 12 വോൾട്ട് 150 വാട്ട്സിൻ്റെ പ്ലഗ് വരുന്നുണ്ട്. ഒരു USB കുത്താനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോണൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ട്. എസ് ഓപ്ഷനിൽ ഇതിൽ മാഗ്നറ്റിക് ആയിട്ട് നമ്മുടെ വയർലെസ് ഫോൺ ചാർജിങ് ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഗിയറൊക്കെ എങ്ങനെയാണ് വരുന്നത്. അതുപോലെ പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷനിൽ വരുന്നത് പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രോണിക് ആണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ലിവർ ഒന്നും ഇവിടെ ഇല്ല. പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഓട്ടോ ഹോൾഡ്, നമ്മൾ കയറ്റൊക്കെ കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ബാഗൊക്കെ ഇറങ്ങി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓട്ടോ ഹോൾഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് ഇതിൽ മീറ്റർ കണ്ട് അറിയാൻ പറ്റും. നീല ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലസ്റ്റർ കണ്ട് അറിയാൻ പറ്റും. ഒരു ബ്ലൂ ലൈറ്റിൻ്റെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. കാരണം ഇത്
ഓടിക്കൊണ്ടിരിക്കുന്നത് നോർമൽ മോഡലാണ്. നോർമൽ മോഡൽ നമുക്ക് നോർമലി ആക്സിലേറ്ററിന് പ്രസ് ചെയ്ത് കൊടുത്താൽ പോകും, എന്നാൽ അത്യാവശ്യം വലിയും കിട്ടും, മൈലേജും കിട്ടും. അതാണ് നോർമൽ മോഡ്. ഇനി ഞാൻ മോഡ് മാറ്റിയിട്ട് ഇപ്പോൾ കണ്ടോ റെഡ് വന്നു. റെഡ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ ഈ വളവാണ് കഴിഞ്ഞാൽ കാണിച്ചു തരാം, നല്ല പവർ അടിച്ച് പൊടിച്ച് കയറി പോകാൻ പറ്റും. എന്നെ വളവാണ് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ അമർത്താത്തത്. കണ്ടോ, അപ്പോൾ അതിൽ റെഡ് പാറ്റേൺ ആണ് സ്പോർട്സ് മോഡ് ആയി കഴിഞ്ഞാൽ വരാം. സ്പോർട്സ് മോഡിൽ മൈലേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും വണ്ടിയുടെ. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ വണ്ടി പെട്ടെന്ന് കയറി 60-ലും 70-ലും എത്തി. ഓക്കെ, വളവുള്ള സ്ഥലത്ത് നിന്നൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. നല്ല പവറിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ റെഡ് മോഡാണെങ്കിൽ. പിന്നെ ഞാൻ കൊടുക്കുന്നത് എക്കോ മോഡിക്ക് മാറ്റി. എക്കോ മോഡിക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ കളറിലുള്ള ഒരു എന്താ പറയുക, ഒരു പച്ച കളറിലുള്ള എന്താ പറയുക ക്ലസ്റ്ററാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പവർ കുറച്ച് കുറവായി. കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ പവർ കിട്ടും, പക്ഷേ നമുക്ക് നല്ല മൈലേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്കോ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, എക്കോ മോഡ്. നോർമലി ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് നോർമൽ മോഡാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. നോർമൽ മോഡലാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ പഞ്ചായത്ത് റോഡും ടൗണിലും ഒക്കെ പോയി വരലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 13.5 നമുക്ക് മൈലേജ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡും കൂടി രാത്രി വന്നപ്പോൾ തൃശ്ശൂർ ടു എറണാകുളം ഹൈവേയിൽ കയറിയ സമയത്ത് അത്യാവശ്യം സെക്കൻഡാണ് ഓടിച്ചിരുന്നത്. അത്യാവശ്യം നല്ല കൊടുത്തന്നെ എൻജോയ് ചെയ്ത് ഓടിക്കായിരുന്നെങ്കിലും 20.5 മൈലേജ്, അതായത് ഇപ്പോഴും 500 കിലോമീറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് സർവീസൊന്നും കഴിഞ്ഞിട്ടില്ല. 20.5 മൈലേജ് നമുക്ക് ഹൈവേയിൽ ഇപ്പോൾ വണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു മൈലേജ് തരുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. അതുപോലെ ഇവിടെ വേറൊരു മോഡും കൂടി ഉണ്ട്. ഡ്രൈവ് മോഡ് കഴിഞ്ഞ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നോ, മഡ്, സാൻഡ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ വീലിനുള്ള പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി നോർമലി ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കുകയാണെങ്കിൽ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നോർമൽ മോഡ്ക്ക് മാറും. അപ്പോൾ ഞങ്ങൾ ശരിക്കും വാഗമണ്ണ് വരുന്ന സമയത്ത് ഒരു ചായത്തോടത്ത് കൂടിയും ചളി കൂടിയൊക്കെ കുറച്ചൊക്കെ ഓടിച്ച് നോക്കിയെങ്കിലും ഇഷ്യൂ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവിടെയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നു. നല്ല പെർഫോമൻസ് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പവർഫുൾ പെർഫോമൻസ് ആണ് വണ്ടി നോർമലി തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളും, അതുപോലെ നമുക്കൊരു ആംറസ്റ്റ് ഇവിടെ ഈസി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് ഗിയറൊക്കെ ആണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് വിടാൻ പറ്റിയ രീതിയിലുള്ളൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ്, സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ സ്പേസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇതിൽ കണ്ടോ നമുക്ക് ഈ ഗ്ലോ ബോക്സിൽ ഒരു AC യുടെ ഒരു വെൻ്റ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തണുപ്പുള്ള സാധനങ്ങളും പ്രത്യേകിച്ച് ഒരു വെള്ളമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും, നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രിപ്പുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ തെന്നി പോവാതെ നമ്മുടെ ഫോണൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. സൺഗ്ലാസ് ഞാൻ വെച്ചതാട്ടോ, വണ്ടിയിലുള്ളതല്ല. സൺഗ്ലാസ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ LED ഉണ്ട്, അതിൻ്റെ സെറ്റിംഗ് ഒക്കെ നമുക്കിവിടെ മാറ്റാൻ പറ്റും. രണ്ട് LED റീഡിംഗ് ലാമ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സോഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് മാത്രം, ഈ ഒരു പാഡ് മാത്രം ബാക്കിലേക്ക് പോകും. ഗ്ലാസ് അടക്കം പോകണമെങ്കിൽ നമുക്ക് ഒരു ഹാർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് അടക്കം പോവുകയും ചെയ്യും. അപ്പോൾ ആക്ച്വലി ഞാനൊരു സൺറൂഫ് ഫാനൊന്നുമല്ല, പക്ഷേ ഈ ഓപ്ഷനിൽ വന്നതുകൊണ്ട് ഞാൻ സ്വീകരിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഇന്നലെ വാഗമണ്ണിൽ വന്നിട്ട് മഞ്ഞും മഴയൊക്കെയുള്ള സമയത്ത് ഈ സൺറൂഫ് ഓപ്പൺ ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ മഴ പെയ്യുന്നതും മഞ്ഞ് പോകുന്നതും ആ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സൺറൂഫും ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ സൺറൂഫ്, അതും പാൻഡമിക് സൺറൂഫ് എത്ര വൈഡായിട്ട് കിടക്കണം എന്നറിയാം, അത്രയും വലിയ സൺറൂഫാണ്. അപ്പോൾ അതും നല്ല ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോർമലായിട്ടുള്ള ഇതിന് മുകളിൽ ഗ്ലാസ് ഒന്നും വരുന്നില്ല. നോർമലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ, മുഖം നോക്കാനൊക്കെയുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്പീക്കർ വരികയാണെങ്കിൽ സ്പീക്കർ 4 സ്പീക്കറാണ് വരുന്നത്. 4 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓരോ ട്യൂട്ടറും വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഗിയറിൽ നമുക്ക് സ്റ്റിയറിംഗിൽ വേറെ സാധനം വരുന്നുണ്ട്, പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മാനുവലായിട്ട് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചും ഇറക്കിറങ്ങുന്ന സമയത്തൊക്കെ വണ്ടിക്ക് ഒരു പിടുത്തം കിട്ടാനോ അതല്ലെങ്കിൽ കയറി വരുമ്പോൾ ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകാതിരിക്കാനോ വേണ്ടിയിട്ട് പാഡിൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും രസകരമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഓഫ് റോഡ് അതുപോലെ കയറ്റൊക്കെ കയറുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സിസ്റ്റമാണ് പാഡിൽ ഷിഫ്റ്റ്. അതും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡോർ ഹാൻഡിൽ നമുക്ക് മിറർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവർ ഇവിടെ വരുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും നമുക്ക് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ലിവർ വരുന്നുണ്ട്. അതുപോലെ ഡോറിൻ്റെ ഒക്കെ ലോക്ക്, ഗ്ലാസിൻ്റെ ലോക്ക്, അതുപോലെ ഗ്ലാസിൻ്റെ ലോക്ക്, അതുപോലെ നമ്മളെ 4 ഡോറിൻ്റെയും
പവർ വിൻഡോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. വളരെ രസകരമായ രീതിയിലാണ് ഇതിൻ്റെ കണ്ടോ ഡോറിൻ്റെ ഓപ്പണറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് പാഡ് വരുന്നുണ്ട് കേട്ടോ. മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മറന്നു പോകാതിരിക്കാൻ തക്കാളി വെണ്ടക്ക എന്നൊക്കെ അവിടെ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓപ്ഷനാണ് ഒരു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലൊരു സംഭവമാണ്. പിന്നെ നമ്മളിവിടെ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓഫ് നമുക്ക് ഇവിടെ വരുന്നത്. അതായത് സിഗ്നലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്രോളൊക്കെ ലാഭിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ഓഫൊക്കെയാണ്. ഞാൻ നോർമലി ഓഫാക്കി ഇടാറ്, എനിക്കിഷ്ടമല്ല. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ നമുക്ക് സ്കിഡിൻ്റെ കൺട്രോൾ, ഇവിടുത്തെ കൺട്രോൾ, അതുപോലെ ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇനി വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ സ്പേസ് കണ്ടോ, ഇഷ്ടംപോലെ സ്പേസ്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഞാൻ എൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ടതാണ്. അത്ര അടുത്തിട്ട് ഓടിക്കുന്ന ആളല്ല, കുറച്ച് സ്പേസ് ഇട്ട് ഓടിക്കുന്ന ആൾ തന്നെയാണ്. സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാകെ ക്യാമറയും മുമ്പിലാണല്ലോ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ചുകൂടി കയറ്റിയിട്ടാലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ്, ഇഷ്ടംപോലെ സ്പേസാണ്. ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ അടിപൊളിയായിട്ടുള്ള ഗ്രില്ലൊക്കെ ആയിട്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ ഈ റൂഫ്, പാൻഡ്രമിക് റൂഫിൻ്റെ ആ ഒരു വ്യൂ കണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് റീഡിംഗ് ലൈറ്റ് 2 സൈഡിലാണ് വരുന്നത്. കാരണം ഇവിടെ റൂഫ് ആയതുകൊണ്ട് റീഡിംഗ് ലൈറ്റ് 2 സൈഡിലും നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. സീറ്റിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ ഉള്ള രീതിയിലാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് റീക്ലൈൻ ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. പൊസിഷൻ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റീക്ലൈൻ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ 2 കപ്പ് ഹോൾഡർ വിത്ത് ആംറസ്റ്റ് വരുന്നുണ്ട്. സ്പേസ് കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസുള്ള സീറ്റാണ്. പിന്നെ നമുക്കിവിടെ AC യുടെ 2 വെൻ്റ് ബാക്കിലേക്ക് വരുന്നുണ്ട്. 2 സെപ്പറേറ്റ് USB-C പവർ ചാർജർ വരുന്നുണ്ട്. ഒരു ചെറിയ കേസ് ഫോണൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയ കേസും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പോപ്പുലർ ഹുണ്ടായി വളാഞ്ചേരിയിൽ നിന്ന്, അതായത് മൂടാൽ സർവീസ് സെൻ്ററിൽ നിന്ന് അവർ ചെയ്തതെന്നാണ്. ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇട്ടുണ്ട്. അതുപോലെ ഉണ്ടോ മാറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. PVC മാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വണ്ടിയുടെ പെയിൻറ്റിനൊക്കെ ടെഫ്ലോൺ കോട്ടിങ്ങും അണ്ടർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്തിട്ട് പറഞ്ഞേക്കായും വളരെ പെട്ടെന്ന് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഇതൊരു ഗുണമുള്ള കാര്യമാണ് കേട്ടോ. വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് പ്രൈവസിയൊക്കെ വേണം, വെയിലൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്കിതുപോലെ ഒരു സൺ ബ്ലൈൻഡ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒന്നാമത് വെയിൽ വന്നിട്ട് ചൂടാവില്ല. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈവസി ആക്കി ഇരിക്കണമെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത് പൊക്കിയിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ നമുക്ക് ഹൈറ്റിനനുസരിച്ച് നമുക്കിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ് ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ ഹൈറ്റ് കൂടുതലും കുറഞ്ഞവർക്കൊക്കെ ആ കഴുത്ത് കൂടെ പണയണ പ്രശ്നമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സീറ്റ് ബെൽറ്റിൻ്റെ നമുക്ക് കൺട്രോൾസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ എന്ത് ഓപ്ഷനാണ് നോക്കുന്നതൊക്കെ അറിയിക്കുക. പിന്നെ വണ്ടി നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് അക്യുറേറ്റ് ചെയ്ത് സർവീസ് ചെയ്യുന്നതാണ് പോപ്പുലർ ഹുണ്ടായി, പ്രത്യേകിച്ചും വളാഞ്ചേരി ബ്രാഞ്ച്. സലീമിനും ഷെബീറിനൊക്കെ നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ബാക്കി കാര്യങ്ങളും ഹെൽപ്പുകളൊക്കെ അവർ ചെയ്യും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.